കണ്ണൂർ വാരത്ത് ലോറിയും കാറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. കൂടുതൽ വിശദാംശങ്ങളുമായി സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് ചേരുന്നു. സജോ, ഗുഡ് മോർണിംഗ്. അപകടത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്, പറയൂ. SKN ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെയാണ് കണ്ണൂർ വാരത്ത് അധിക സമയമായിട്ടുള്ള ഈ അപകടം നടന്നിട്ട് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഈ കാറിൻ്റെ മുൻഭാഗം തകർന്നിട്ടുണ്ട്. ആ കാറിൽ എൻ്റെ ഡ്രൈവർ, ഈ കാർ ഓടിച്ചു വന്ന ആൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ വാഹനം, അതായത് ഈ ആളുകൾ പറയുന്നത് ഒരു വാഹനം റോങ് സൈഡിലായിരുന്നു എന്നതാണ്. അതിൻ്റെ മുൻഭാഗം തകർന്നിട്ടുണ്ട്. നേരെ എതിർഭാഗത്ത് കാണുന്നത് കണ്ണൂർ കോർപ്പറേഷൻ്റെ ലോറിയാണ്. മാലിന്യ നീക്കത്തിനടക്കം ഉപയോഗിക്കുന്ന ലോറിയാണ്. അത് ഒരു റോഡിൻ്റെ വശങ്ങളിലേക്ക് പൂർണ്ണമായും മറിഞ്ഞിട്ടുണ്ട്. വലിയ തോതിലുള്ള ആഘാതം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ വഴിയാത്രക്കാരനായ ഒരാൾക്കാണ് സാരമായി പരിക്കേറ്റിരിക്കുന്നത്. അതേസമയം ലോറിയിൽ 2 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഡ്രൈവറും കോർപ്പറേഷനിലെ മറ്റൊരു ജീവനക്കാരനുമാണ്. അവർക്ക് സാരമായി പരിക്കേറ്റിട്ടില്ല. വഴിയാത്രക്കാരനായ ഒരു വ്യക്തിക്കും കാർ ഡ്രൈവർക്കുമാണ് പരിക്ക് പറ്റിയിരുന്നത്. ഈ ചേലോറയിലെ മാലിന്യ പ്ലാന്റിൽ നിന്ന് നിങ്ങൾ 2 പേരായിരുന്നു. നിങ്ങൾക്ക് കാര്യമായിട്ടൊന്നും കാണിക്കാൻ പോകണം. കോർപ്പറേഷൻ 2 പേരെ ഇവിടെ അതിൻ്റെ അകത്തുണ്ടാകും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്നതാണ്, ചേലോറയിൽ നിന്ന്. അപ്പോൾ ഇത് ആ വണ്ടി റോങ് ആയിട്ട് ഇങ്ങോട്ട് കയറിത്തതാണ്. നമ്മൾ പരമാവധി ഇങ്ങോട്ട് അടുപ്പിച്ചില്ല. അപ്പോൾ ഇങ്ങോട്ട് വരും പെട്ടെന്ന്. അതാണ് അവർ പറയുന്നത്. ഇത് കാർ റോങ് സൈഡിലായിരുന്നു എന്നാണ് അവർ പറയുന്നത്. അതായത് ഈ ലോറിയിലുണ്ടായിരുന്ന ആളുകൾ പറയുന്നത്. പോലീസ് സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഈ ലോറിയിലുണ്ടായിരുന്ന 2 പേർക്കും ഭാഗ്യം കൊണ്ടൊന്നും സംഭവിച്ചിട്ടില്ല. ഈ വാഹനം റോഡ് അരികിലേക്ക് മറിഞ്ഞു വീണിട്ടുണ്ട്. അപ്പോൾ എത്ര ആഘാതം അപകടത്തിനുണ്ടായിരുന്നു എന്നതാണ്. ഒപ്പം ഈ രാവിലെ സമയമായതുകൊണ്ട് റോഡിൽ വാഹനങ്ങളുടെ ഒരു തിരക്കിന് ഒരല്പം കുറവുണ്ട്. ഇത് കണ്ണൂർ ഇരിട്ടി റോഡാണ്. ഒരല്പം കുറവുണ്ടായിരുന്നു. അതും അപകടത്തിൻ്റെ ആഘാതം കുറച്ചുവെന്ന് വേണം കരുതാൻ. ഈ കോർപ്പറേഷനിലെ വാഹനത്തിൻ്റെ ഡ്രൈവറും ജീവനക്കാരനുമൊക്കെ പറയുന്നത് ഈ കാർ റോങ് സൈഡിലായിരുന്നു എന്നാണ് അവർ പറയുന്നൊരു കാര്യം. അതിനിപ്പോൾ CCTV ദൃശ്യങ്ങളടക്കം വിശദമായി പരിശോധിക്കണം. ഒപ്പം ഈ ഭാഗത്ത് നിന്നിരുന്ന, തൊഴിലിന് വേണ്ടി പോകാൻ നിന്നിരുന്ന ഒരു വഴിയാത്രക്കാരനാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അദ്ദേഹത്തിന് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ ഏത് വാഹനമാണ് ആ ഘട്ടത്തിൽ അദ്ദേഹത്തെ തട്ടിയതെന്ന് സംബന്ധിച്ച് പോലും ഇപ്പോൾ ഒരു വ്യക്തത വന്നിട്ടില്ല. പോലീസ് ഇവിടെ എത്തി വിശദമായ പരിശോധനയിലേക്ക് കടന്നിട്ടുണ്ട്. അപകടങ്ങൾ ഇങ്ങനെ തുടർക്കഥയാകുന്നു എന്നതും അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുകയും നമ്മളെ ചിന്തിപ്പിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. പോലീസ് സ്ഥലത്തെത്തി നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. ഓക്കെ, കണ്ണൂർ വാരത്ത് അപകടമുണ്ടായി എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്.